ദീപക് ധർമ്മടം കൂടി ചേരുന്നു. ദീപക്, ഈ കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിന് മുൻവശത്തോടു കൂടി ഈ സ്റ്റാൻഡിലേക്ക് കടക്കുന്ന ഭാഗത്ത് അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൃശ്യങ്ങൾ അങ്ങനെ തോന്നുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? പ്രജിൻ, കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ്, അതായത് ഒഫീഷ്യൽ സ്റ്റാൻഡിനകത്ത് തന്നെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഫയർ എഞ്ചിൻ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകം തന്നെ ഏതാണ്ട് 7ലേറെ ഫയർ എഞ്ചിനുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ഇവിടെ. അതായത് വിവിധ ഫയർ ഓഫീസുകളിൽ നിന്നുമാണ് എത്തിയിരിക്കുന്നത്. ഇതെവിടുന്ന വണ്ടി? എവിടുന്ന? മാനാഞ്ചിറ. ഓക്കെ, മാനാഞ്ചിറയിൽ നിന്നും വെള്ളം നിറച്ചുകൊണ്ട് വീണ്ടും ഫയർ എഞ്ചിനുമായി ഇങ്ങോട്ടേക്ക് ഈ തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ നമ്മുടെ ഷിജു ചവറ ഒന്ന് ക്യാമറ പാൻ ചെയ്യുമ്പോൾ കാണാം. ഇതാ ഫയർ ഓഫീസേഴ്സ് ഇതിൻ്റെ മുകളിലേക്ക്, അതായത് 3ാം നിലയിലെ തീപിടുത്തം, ആ അഗ്നി ആളിക്കത്തുന്നു. അത് കെടുത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ദൃശ്യങ്ങളിൽ നമുക്ക് തത്സമയം പ്രേക്ഷകർക്ക് കാണാവുന്നതാണ്. ഒരു ഭാഗത്ത് വലിയ രീതിയിൽ തീ കത്തുന്നു. അതിനകത്തേക്ക് ഈ ഫയർ എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് വെള്ളം അകത്തേക്ക് ചീറ്റുകയാണിപ്പോൾ. കാരണം ഇതെല്ലാം തന്നെ ഈ മെറ്റാലിക് ഫ്ലൈവുഡ് കൊണ്ട് അടച്ച ഒരു കെട്ടിടമാണ്. ആ കെട്ടിടത്തിനകത്ത് ഗോഡൌണിലാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആ ഗോഡൌണിനകത്താണ് തീ പിടിച്ചത്. ആ തീ പിടിച്ചത് തീയുടെ ശക്തിയിൽ ആളിക്കത്തുന്നു. തൊട്ടടുത്ത നിലയിലേക്ക് തീ വ്യാപിക്കുന്നു. തൊട്ടടുത്ത കടകളിലേക്ക്, അതായത് ടെക്സ്റ്റൈൽസിലെ കൂടാതെ മറ്റ് കടകളിലേക്ക് കൂടി തീ വ്യാപിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസും ഫയർഫോഴ്സും വലിയ രീതിയിലുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ.